അങ്ങനെ പറയാൻ സൂപ്പർ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു രണ്ടാം വരവെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബ്രേക്കെന്നോ ഒന്ന് തന്നെ പറയാം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഇമോഷണലി നമ്മളെ വല്ലാതെ ഇതാക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ പോലും ഇമോഷണലാണ്, വല്ലാതെ ഇമോഷണലാവുന്നു. ഗംഭീര പടം എല്ലാ തരത്തിലും, എല്ലാ പെർഫോമൻസും, എല്ലാ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും, മേക്കിംഗ് ലെവലാണെങ്കിലും ക്യാമറ, മനോജേട്ടൻ്റെ ക്യാമറ ആണെങ്കിലും എല്ലാ തരത്തിലും ഗംഭീരമാണ്. താങ്ക് യു. നരനായാട്ടിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഇതാണ് ദിലീപേട്ട സിനിമയിൽ നമ്മൾ കണ്ടത്. ശരിക്കുള്ള പോലീസുകാരുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ആയിരുന്നു സിനിമ കണ്ടിരിക്കണം. വണ്ടർഫുൾ സിനിമ, സച്ച് എ വണ്ടർഫുൾ സിനിമ. കാണണം. ഓക്കെ, താങ്ക്സ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാനെന്താ, ജനപ്രിയ നായകനല്ലേ ദിലീപേട്ട. സൂപ്പർ സിനിമ. സൂപ്പർ പടമായിരുന്നു. അതായത് ദിലീപേട്ടൻ്റെ വണ്ണം തിരിച്ചുവരവാണ്. നല്ല മേക്കിംഗ്, നല്ല ഡയറക്ഷൻ, ക്യാമറയൊക്കെ പക്ക. പഴയ തങ്കമയിലെ ക്യാമറ തിരിച്ചുണ്ട്. നല്ല പടം, നല്ല പടം. ചേച്ചി എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? സിനിമ നല്ല പടം, നല്ല പടം. നല്ല എൻഗേജിങ് ആയിട്ട് ത്രൂ ഔട്ട് ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദിലീപേട്ടൻ ഗെറ്റപ്പ്. അടിപൊളിയായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.